സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് 600 മീറ്റർ ദൂരത്തിൽ വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു 4BHK ബാത്ത് അറ്റാച്ച്ഡിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. എറണാകുളം ജില്ലയിലെ ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരത്തിലായി വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2270 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. 5 മീറ്റർ വീതി വരുന്ന വിശാലമായിട്ടുള്ള ഒരു ടാർ റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഭംഗിയാർന്നൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. 2018 19 പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വീടിന് മുൻഭാഗത്തായി സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന 2 വലിയ ഗേറ്റുകളാണ് നമുക്ക് കാണുവാനായി കഴിയുക. ഈ ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും വീടിന്റെ വിശാലമായിട്ടുള്ള മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ്. 2 വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ കാർ പോർച്ചിലും മുൻഭാഗത്തെ മുറ്റത്തുമായി ലഭ്യവുമാണ്. ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് 600 മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 14 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. ഫുഡ് വേസ്റ്റ് മാനേജ്മെന്റ് അടക്കമുള്ള ഫെസിലിറ്റികൾ നൽകിയിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി ജലലഭ്യതയുള്ള ഒരു പ്രദേശത്താണ് ഈ കിണർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ഇന്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഭംഗിയാർന്നിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും പെയിന്റിംഗ് പാറ്റേണുകളുമാണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത്. വീടിന് മുൻഭാഗത്തെത്തിയാൽ നീളമേറിയ ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. വളരെയധികം പ്രൈവസി ലഭിക്കുന്ന രീതിയിൽ തന്നെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു ഹോൾ കണക്കെ അനുഭവവേദ്യമാകുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള പുതുമയുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് മൾട്ടിവുഡിൽ തീർത്ത സെപ്പറേഷൻ കടന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. 16ഓളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടറും ടേബിൾ ടോപ്പായി നമുക്ക് കാണുവാനായി കഴിയും. നമുക്കിനി വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗം ഒന്ന് പരിശോധിക്കാം. വളരെ വിശാലമായിട്ടുള്ള ലെങ്തി ഡിസൈനുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു തന്നെ പാചകം ചെയ്യുവാൻ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ കിച്ചണിൽ നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും ധാരാളം മൾട്ടിവുഡുള്ള സ്റ്റോറേജ് സ്പേസുകളും ലഭ്യമാണ്. കിച്ചണിനോട് തൊട്ടു ചേർന്ന് തന്നെ ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസും നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. 14 അടി നീളത്തിലും 12 അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടുകളിൽ സൊമാനി ബ്രാൻഡാണ് സാനിറ്ററി ഐറ്റംസായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 14 അടി നീളവും 12 അടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത്. മുൻപേ സൂചിപ്പിച്ച പ്രകാരം നല്ലൊരു ഫോൾ സീലിംഗും ഭംഗിയായിട്ടുള്ള ഒരു വാർഡ്രോബും നമുക്ക് കാണുവാനായി കഴിയും. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. സ്റ്റെയറിൽ പൂർണ്ണമായും ഗ്രാനൈറ്റ് തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ടഫൻ ഗ്ലാസും അതിനു മുകളിൽ വുഡൻ പാനലിംഗും നൽകപ്പെട്ടിരിക്കുന്നു. എറണാകുളം ജില്ലയിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും
ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു മനോഹര പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്കാണ്. ഏകദേശം 14 അടി നീളവും 12 അടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും 4ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 16 അടി നീളവും 14 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നമുക്ക് കാണുവാനായി കഴിയും. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തിലേക്കുമാണ്. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് സമീപത്തായി 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2270 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 78 ലക്ഷം രൂപയാണ്. ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ വീട് നേരിൽ കാണുന്നതിന് ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക.